നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഊണിലും ഉറക്കത്തിലുമൊക്കെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ജാഗ്രത പാലിക്കേണ്ട സമയം അടുത്തെത്തിയിരിക്കുന്നു. ഇടം വലം തിരിഞ്ഞാൽ പണികൾ മുന്നിലുണ്ട്. ഒരു ചുവട് വയ്ക്കുന്നത് പിഴച്ചാൽ പോലും കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാം. അതായത് വി.ഡി. സതീശന് സ്വന്തം പാളയത്തിൽ വലിയ പട ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ ശക്തമാകുന്നുണ്ട് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ വി.ഡി. സതീശൻ ഒരു വർഷം തികച്ചാൽ അത് ഭാഗ്യം എന്നാണ് കൂട്ടത്തിലുള്ളവർ പോലും ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ ജാഗ്രത പാലിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. ഉറക്കത്തിലാണെങ്കിലും ഒരു ജാഗ്രത നല്ലതാണ്. മുൾക്കിരീടമെടുത്ത് തലയിൽ വെച്ച അവസ്ഥയിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഉള്ളത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇവിടെ നടന്ന അടിയും കോലാഹലങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം മാറി ഒടുക്കം കസേര വി.ഡി. സതീശന്റെ കൈകളിലേക്ക് തന്നെ എത്തുകയും ചെയ്തു. എന്നാൽ ഇനി അത് ഭദ്രമായി കൊണ്ടുപോകുക എന്നുള്ള വലിയ ടാസ്ക് ആണ് വി.ഡി. സതീശന് മുൻപിലുള്ളത്. ശത്രുപക്ഷത്തുള്ളത് പ്രതിപക്ഷ നിരയിലുള്ളവരല്ല, മറിച്ച് സ്വന്തം പാളയത്തിലുള്ളവർ തന്നെയാണ്. വി.ഡി. സതീശനെ ഇടങ്കാലിട്ട് വീഴ്ത്താൻ ഒരു കൂട്ടർ ശക്തമായി തന്നെ പണിയെടുക്കുന്നുണ്ട് എന്ന് സാരം. യു.ഡി.എഫ് സർക്കാരിന്റെ തലപ്പത്ത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കാൻ അണിയറയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചത് വി.എം. സുധീരനായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതേ സുധീരൻ തന്നെ ഇപ്പോൾ വി.ഡി. സതീശനെതിരെ പരസ്യ നിലപാടുകളുമായി രംഗത്ത് വന്നതോടെ കോൺഗ്രസിനുള്ളിൽ വലിയ പുകച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ആ പുകച്ചിൽ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വമിക്കും, വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തും. വി.ഡി. സതീശൻ നിലപാടുകളിൽ നിന്ന്, പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയം മുതിർന്ന നേതാക്കൾക്കൊക്കെയുണ്ട്. അതായത് KSUവിനെയും KSU നേതാക്കളെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് സതീശൻ ഇതെന്ത് പോക്കാണ് പോകുന്നത് എന്നുള്ള ചോദ്യമാണ് കൂട്ടത്തിലുള്ളവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ നയിക്കുന്നത് കോൺഗ്രസിലുള്ളവരല്ല, മറിച്ച് പുറത്തുനിന്ന് എന്തോ ഒരു ശക്തി വി.ഡി. സതീശനെ നയിക്കുന്നു എന്നാണ് ഇവർ സംശയിക്കുന്നത്. എല്ലാവരും വി.ഡി. സതീശനെ പരിഹസിക്കാൻ പറയുന്നത് പോലെ വി.ഡി. സതീശൻ ഇനി സംഘീശനായോ, RSSന്റെ റൂട്ട് മാപ്പിനനുസരിച്ചാണോ വി.ഡി. സതീശൻ മുൻപോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള സംശയം കൂട്ടത്തിലുള്ളവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശനെ ചവിട്ടി പുറത്താക്കാൻ ഒരു കൂട്ടർ പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന്റെ പേര് ഉയർന്നു വന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ സുധീരൻ എടുത്ത കർശനവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടുകളായിരുന്നു സതീശന് തുണയായത് എന്നുള്ളത് ഒരു വലിയ അടക്കമറിച്ചിൽ തന്നെയാണിപ്പോൾ. എന്നാൽ അതേ സുധീരൻ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൊമ്പുകോർത്ത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ പരസ്യമായി അനുമോദിച്ച് രംഗത്ത് വരുമ്പോൾ ഇത് സതീശൻ ക്യാമ്പിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലാണ് സതീശനെ സാക്ഷി നിർത്തി വി.എം. സുധീരൻ പരോക്ഷമായ കടുത്ത വിമർശനം ഉന്നയിച്ചത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ വേദിയിലേക്ക് അടുത്ത് വിളിച്ച് അഭിനന്ദിച്ച സുധീരന്റെ വാക്കുകൾ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകിയത്. ആർജവത്തോടെ നിലപാടുകൾ തുറന്നു പറയുന്ന പാരമ്പര്യമാണ് KSUവിനുള്ളതെന്നും താൽക്കാലികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകണമെന്നുമുള്ള സുധീരന്റെ ഉപദേശം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ളത് തന്നെയായിരുന്നു. അതായത് ആർക്കു മുൻപിലും തല കുനിക്കാൻ നിൽക്കണ്ട, നട്ടല് വളയ്ക്കാനും നിൽക്കണ്ട, പറയാനുള്ള കാര്യങ്ങൾ ആരുടെയും മുഖത്ത് നോക്കി ആർജവത്തോടെ പറയണമെന്ന് അലോഷ്യസിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു സുധീരൻ ചെയ്തത്. ഇനിയിപ്പോൾ നേരിടേണ്ടി വരുന്നത് കൂട്ടത്തിലുള്ള, അത് മുഖ്യമന്ത്രി കസേരയിലുള്ള വി.ഡി. സതീശനെയാണെങ്കിൽ പോലും നിലപാടിൽ വെള്ളം ചേർക്കരുത് എന്ന് KSUക്കാരോട് സുധീരൻ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി വി.ഡി. സതീശന് നേരെ മുതിർന്ന നേതാക്കൾ ശക്തമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. സുധീരന്റെ ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. താൻ വിശ്വസിച്ച് പിന്തുണ നൽകിയ വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ ഭരണശൈലിയും ഏകപക്ഷീയമായ തീരുമാനങ്ങളിലും സുധീരൻ കടുത്ത നിരാശനാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അഴിമതിക്കെതിരെയും കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുമെന്ന് കരുതിയ സതീശൻ ഭരണത്തിലെത്തിയപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്ന വികാരമാണ് സുധീരനെ വല്ലാതെ തളർത്തിയത്. പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം സുധീരനെ സതീശനിൽ നിന്ന് പൂർണ്ണമായും അകറ്റിയിരുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് നേരിട്ടിടഞ്ഞ അലോഷ്യസ് സേവ്യറിന് സുധീരൻ നൽകിയ പരസ്യ പിന്തുണ കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിക്ക് വലിയ തിരിച്ചടിയും അപ്പോൾ ഒരു ആയുധവുമായി മാറിയിരിക്കുകയാണ്.
സുധീരനെ പോലൊരു മുതിർന്ന നേതാവിന്റെ പിൻബലം ലഭിച്ചതോടെ അലോഷ്യസിന്റെ പോരാട്ടത്തിന് രാഷ്ട്രീയമായി വലിയ അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ മുന്നിൽ നിന്ന സുധീരൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലിക്കെതിരെ തിരിഞ്ഞ് ഹൈക്കമാൻഡിന് മുന്നിലും സതീശനെതിരെ ചില വാക്കുകൾ പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഹൈക്കമാൻഡ് സതീശനെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. കാരണം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന വിഷയത്തിൽ നടപടിയെടുത്തതും ഇത് പോരാഞ്ഞ് വിഴിഞ്ഞം വിഷയത്തിലൊക്കെ നടപടിയെടുത്തതും സതീശന് അദാനിയുമായി എന്താണ് ബന്ധം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നതും ഹൈക്കമാൻഡിനെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. കാരണം അങ്ങ് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി മോദി അദാനി കൂട്ടുകെട്ട് പറഞ്ഞ് വലിയ ചാട്ടമാണ് ചാടുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ അതേ പാർട്ടി അദാനിയുമായി തോളിൽ കൈയിട്ട് നടക്കുന്നു. കേവലം കേരളത്തിലെ പരസ്യ പ്രതികരണങ്ങളിൽ ഒതുങ്ങുന്നതല്ല സുധീരന്റെ അതൃപ്തി എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രവർത്തനങ്ങളിലെ പോരായ്മകളും ഗ്രൂപ്പ് അധിഷ്ഠിതൻ എന്ന് പറഞ്ഞു വന്ന് ഒടുവിൽ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സതീശന്റെ ശൈലിയും ഡൽഹിയിൽ പോയി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ സുധീരൻ ഒരുങ്ങുന്നതായിട്ടാണ് വിവരങ്ങൾ. സുധീരൻ നേരിട്ടെത്തി പരാതി ഉന്നയിച്ചാൽ അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതീവ ഗൗരവത്തോടെ കാണുമെന്നത് സതീശന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരു ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. മറുവശത്ത് സുധീരന്റെയും മറ്റു മുതിർന്ന നേതാക്കളുടെയും നീക്കങ്ങളെ പ്രതിരോധത്തിലാക്കാൻ സതീശൻ അനുകൂലികൾ KSUവിനെ തന്നെ രംഗത്തിറക്കുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉൾപ്പെടെയുള്ളവർ അലോഷ്യസ് സേവ്യറിനെതിരെ കടുത്ത ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നത് ഇതിന്റെ തെളിവാണ്. ചില ആളുകൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ബോധപൂർവം കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണെന്നും മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന വൈരാഗ്യമാണ് അലോഷ്യസിന്റെ പ്രതികരണത്തിന് പിന്നിൽ എന്നായിരുന്നു സതീശൻ ക്യാമ്പിന്റെ ആരോപണം. അലോഷ്യസിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ടെന്നും മറ്റു ചില മുതിർന്ന നേതാക്കൾ KSU പ്രസിഡന്റിനെ മുൻനിർത്തി മുഖ്യമന്ത്രിയെ ആക്രമിക്കുകയാണെന്നും സതീശനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. സ്വന്തം അണികളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ കലാപം ഉണ്ടാകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDFന് വലിയ ദോഷം ചെയ്യുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. താനിരിക്കുന്ന കസേരയിൽ പരമാവധി ജനപ്രിയനാകാൻ ശ്രമിക്കുന്ന സതീശന് തന്നെ വാഴിച്ച സുധീരന്റെ ഈ ഭാവമാറ്റം വലിയ അടിയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സതീശൻ അവകാശപ്പെടുമ്പോഴും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും സ്വന്തം വിദ്യാർത്ഥി സംഘടനയെയും ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെന്ന വിമർശനവും സുധീരന്റെ വാക്കുകളോടെ അടിവരയിടപ്പെടുന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ വെച്ച് തന്നെ ഈ ചരടുവലികൾ നടന്നു എന്നത് സതീശനെതിരെയുള്ള നീക്കങ്ങളുടെ കൃത്യമായ ഒരു ആസൂത്രണമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം VM സുധീരന്റെ വാക്കുകൾക്ക് എപ്പോഴും വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ശുപാർശ ചെയ്ത സുധീരൻ തന്നെ ഭരണപരാജയങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെത്തിയാൽ ഹൈക്കമാൻഡിന് നിലപാട് മാറ്റേണ്ടി വരും. സതീശന് ഒപ്പമുള്ള മന്ത്രിമാരിലും വലിയൊരു വിഭാഗത്തിന് മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ ശൈലിയിൽ അതൃപ്തിയുള്ളതിനാൽ സുധീരന്റെ നീക്കങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ വലിയ പിന്തുണ ലഭിക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ മുൻപിൽ നിന്ന VM സുധീരൻ ഇന്ന് പൂർണ്ണമായും നിരാശനാണെന്ന് മാത്രമല്ല സതീശന്റെ പതനത്തിനായുള്ള നീക്കങ്ങൾക്ക് പരോക്ഷമായി നേതൃത്വം നൽകുക കൂടിയാണ്. അലോഷ്യസ് സേവ്യറെ മുൻനിർത്തി സുധീരൻ തുടങ്ങിയ ഈ പുതിയ നിലപാട് സമരം ഡൽഹിയിലെ കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നതോടെ കേരളത്തിലെ ഭരണ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ കടുത്ത ആഭ്യന്തര കലഹങ്ങൾക്കോ വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.